ഇറാനിലെ കുർദുകൾ ആ രാജ്യത്തെ ഒരു പ്രധാന ന്യൂനപക്ഷ വിഭാഗമാണ്. അവരുടെ ചരിത്രവും സംസ്കാരവും വളരെ സമ്പന്നമാണ്. എന്നാൽ അവർക്ക് ഇറാനിൽ കാര്യമായ വെല്ലുവിളികളും വിവേചനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. ഇറാനിൽ ഏകദേശം 9 മുതൽ 12 ദശലക്ഷം വരെ കുർദുകളുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇത് രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 10 മുതൽ 15% വരെ വരും. ഇറാനിലെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലുള്ള കുർദിസ്ഥാൻ, കെർമാൻഷാ, ഇലാം, പടിഞ്ഞാറൻ അസർബൈജാൻ പ്രവിശ്യകളിലാണ് ഇവർ പ്രധാനമായും താമസിക്കുന്നത്. ഈ പ്രദേശങ്ങളെ റോജ് ഹലാത്ത് അഥവാ കിഴക്കൻ കുർദിസ്ഥാൻ എന്നും കുർദുകൾ വിശേഷിപ്പിക്കാറുണ്ട്. ടെഹ്റാൻ പോലുള്ള നഗരങ്ങളിലും കുർദു വംശജർ താമസിക്കുന്നുണ്ട്. കുർദിഷ് ഭാഷ ഒരു ഇൻഡോ യൂറോപ്യൻ ഭാഷയാണ്. പേർഷ്യൻ ഭാഷയുമായി ഇതിന് അടുത്ത ബന്ധമുണ്ട്. ഇറാനിലെ കുർദുകളിൽ ഭൂരിഭാഗവും കുർദിഷ് പേർഷ്യൻ ഭാഷകൾ സംസാരിക്കുന്നവരാണ്. എന്നിരുന്നാലും പൊതുവിദ്യാലയങ്ങളിൽ കുർദിഷ് ഭാഷ പഠിപ്പിക്കുന്നില്ല. സ്വകാര്യ സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഇതിന് അവസരമുള്ളത്. ഇറാനിലെ കുർദുകളിൽ ഭൂരിഭാഗവും സുന്നി മുസ്ലിങ്ങളാണ്, പ്രധാനമായും ഷാഫി മദ്ഹബ് പിന്തുടരുന്നവർ. എന്നാൽ ഇറാനിലെ ഔദ്യോഗിക മതം ഷിയ ഇസ്ലാം ആയതിനാൽ സുന്നി കുർദുകൾക്ക് പലപ്പോഴും വിവേചനം നേരിടേണ്ടി വരുന്നു. കെർമാൻഷാ പോലുള്ള ചില പ്രവിശ്യകളിൽ ഷിയ കുർദുകളുമുണ്ട്. യാർസാനിസം എന്ന പ്രാദേശിക മതം പിന്തുടരുന്ന കുർദുകളും ഇറാനിലുണ്ട്. എന്നാൽ ഈ മതത്തിന് ഔദ്യോഗിക അംഗീകാരമില്ല. കുർദിഷ് സംസ്കാരം സംഗീതം, നൃത്തം, സാഹിത്യം, പാചകം എന്നിവയാൽ സമ്പന്നമാണ്. നാടൻ പാട്ടുകൾക്കും ഇതിഹാസ കാവ്യങ്ങൾക്കും അവരുടെ സംസ്കാരത്തിൽ വലിയ സ്ഥാനമുണ്ട്. നൃത്തം കുർദിഷ് സ്വത്വത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. പരമ്പരാഗത വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളും അവരുടെ സംസ്കാരത്തിന്റെ പ്രത്യേകതകളാണ്. ഇതൊക്കെയാണെങ്കിലും ഇറാനിലെ കുർദുകൾക്ക് ദീർഘകാലമായി കടുത്ത വിവേചനങ്ങളും അടിച്ചമർത്തലുകളും നേരിടേണ്ടി വരുന്നുണ്ട്. കുർദിഷ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇറാനിൽ നിരോധനമുണ്ട്. ഈ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരെ പലപ്പോഴും വേട്ടയാടുകയും ജയിലിലടക്കുകയും വധിക്കുകയും ചെയ്യാറുണ്ട്. രാഷ്ട്രീയ തടവുകാരിൽ വലിയൊരു പങ്കും കുർദുകളാണ്. 2023 മാത്രം 101 കുർദിഷ് പൗരന്മാരെ ഇറാനിൽ വധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. കുർദു മേഖലകൾക്ക് സാമ്പത്തികമായി അവഗണന നേരിടേണ്ടി വരുന്നു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് ഈ പ്രദേശങ്ങളിലാണ്. വ്യാവസായിക പദ്ധതികൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. കൂടാതെ ഈ മേഖലകളിൽ എണ്ണ, സ്വർണം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടും അതിന്റെ പ്രയോജനം പ്രാദേശിക ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇറാഖിൽ നിന്ന് സാധനങ്ങൾ ചുമന്ന് അതിർത്തി കടന്നെത്തുന്ന കുൽബാർ എന്നറിയപ്പെടുന്ന കുർദിഷ് തൊഴിലാളികളെ ഇറാനിയൻ സൈന്യം വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ പതിവാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ ജനവിഭാഗത്തിന് അതിജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ അപകടകരമായ ജോലി ചെയ്യുന്നത്. കുർദിഷ് ഭാഷാ പഠനത്തിനുള്ള സൗകര്യങ്ങളുടെ അഭാവം, കുട്ടികൾക്ക് കുർദിഷ് പേരുകൾ നൽകുന്നതിനുള്ള നിയന്ത്രണങ്ങൾ എന്നിവ സാംസ്കാരികപരമായ നിയന്ത്രണങ്ങളുടെ ഭാഗമാണ്. 2022 മഹ്സ അമീനിയുടെ മരണത്തെ തുടർന്നുണ്ടായ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന പ്രക്ഷോഭങ്ങളിൽ കുർദ് മേഖലകളിൽ കടുത്ത അടിച്ചമർത്തലാണ് നേരിട്ടത്. സമാധാനപരമായി പ്രതിഷേധിച്ചു നിൽക്കുന്നവരെ സൈന്യം അതിശക്തമായ ബലപ്രയോഗം നടത്തി. കുർദുകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ഇറാനിയൻ ഭരണാധികാരികളിൽ നിന്ന് സ്വയംഭരണം നേടാനുള്ള അവരുടെ ശ്രമങ്ങൾ പലപ്പോഴും സംഘർഷങ്ങളിൽ കലാശിച്ചിട്ടുണ്ട്. 1979 ഇറാനിയൻ വിപ്ലവത്തെ കുർദുകൾ പിന്തുണച്ചിരുന്നു. തങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങളും അംഗീകാരവും ലഭിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു അത്. എന്നാൽ വിപ്ലവത്തിന് ശേഷം കേന്ദ്രീകൃത ഇസ്ലാമിക ഭരണകൂടം വന്നപ്പോൾ കുർദുകൾക്ക് നേരെ വീണ്ടും അടിച്ചമർത്തലുകളുണ്ടായി. ഇറാനിലെ കുർദുകൾ അവരുടെ തനതായ സ്വത്വവും അവകാശങ്ങളും നിലനിർത്താൻ നിരന്തരം പോരാടുകയാണ്.